എല്ലാ K3 മീഡിയ മെമ്പേഴ്സിനും എൻ്റെ മനസ്സമ്മത വീഡിയോയിലേക്ക് സ്വാഗതം. കാലത്ത് തന്നെ നമ്മുടെ ജെയ്തൻ ചേച്ചിയുടെ മോൻ അവിടെ വീഡിയോ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം എല്ലാവരും വീട്ടിൽ മനസ്സമ്മതത്തിന് പോകാനുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇതാണ് നമ്മുടെ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വീട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് എൻ്റെ മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡ് ബിനോയ് ജോസ്. അപ്പോൾ ആള് കാലത്ത് തന്നെ വിചാരിച്ചു മുണ്ടൊക്കെ എടുക്കാന്ന് വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതേ സമയത്ത് സ്നേഹതീരത്ത് പോയിട്ട് ചെറിയൊരു ഫോട്ടോഷൂട്ട് നമ്മുടെ അടുത്തുള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് 4 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഉള്ളൊരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കുറേ പേർക്കൊക്കെ അറിയായിരിക്കാം. അവിടെ പോയിട്ടാണ് നമ്മൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഫസ്റ്റ് അവിടെ പോയിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ കണ്ട് കണ്ട് കുറേ പേർക്ക് ബോറടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്നാലും നമുക്ക് പോകാൻ പറ്റിയ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾക്ക് പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് 11 മണിക്കാണ്. അപ്പോൾ കുട്ടനെല്ലൂർ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ കാലത്ത് തന്നെ എന്താ പറയുക, ഫുഡ് കിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. ഒരു 2:30 കഴിഞ്ഞിട്ട് എന്തായാലും ഫുഡ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് നല്ല രീതിയിലുള്ള ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവരും കാലത്ത് തന്നെ പ്രിപ്പറേഷൻ വർക്കിലാണ്. ഡ്രസ്സൊക്കെ ഡാഡിയൊക്കെ ഭയങ്കര സെറ്റായിട്ടാണ് പോകാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചിമാരൊക്കെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ജസ്റ്റ് എത്തിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ നിന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേരെ കുട്ടനെല്ലൂരാണ് ഫംഗ്ഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് പോവാണ്. അപ്പോൾ എൻ്റെ ഫാമിലീനെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ കാണുന്നതാണ് എൻ്റെ പപ്പയും ഡാഡിയും മമ്മിയും. ഒരു ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിട്ടില്ല, ഗൾഫിലാണ്. അപ്പോൾ മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡ് എൻ്റെ ഫാമിലിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ചേച്ചിയുടെ ഹസ്ബൻഡ് കല്യാണത്തിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ നേരെ ഞാതിരേനെ അവളുടെ വീട്ടിൽ പോയിട്ട് കൊണ്ടുവന്നിട്ട് അവിടെ നിന്നാണ് പള്ളിയിലേക്ക് വരിക. അപ്പോൾ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. എൻ്റെ എല്ലാ പരിപാടികളും പഠിപ്പിച്ചു തരുന്നത്. മെയിൻലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ആയിക്കോട്ടെ, സ്വിമ്മിങ് ആയിക്കോട്ടെ, എന്ത് ആക്ടിവിറ്റീസും ആശിഷ് ത്രൂ ആണ് പഠിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നേരെ പോവാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ വീട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടീവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം സമയം എടുത്തു. നമ്മളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു 9:30ക്ക് ഇറങ്ങണം എന്നാണ്. അപ്പോൾ ഇറങ്ങി വന്ന സമയത്ത് എന്തായാലും ഒരു 9:45 10 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് അറൗണ്ട് ഒരു 40 മിനിറ്റേ ഉള്ളൂ അവിടേക്ക് എത്താനായിട്ട്. എന്നാലും നമ്മൾ നേരത്തെ ഇറങ്ങണമല്ലോ, പറയാൻ പറ്റില്ല എങ്ങനെയാണ് ലേറ്റ് ആവുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയ സമയം ഒരു 10 മണി 10:15 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ചേച്ചിയാണ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുട്ടനെല്ലൂരുള്ള സെൻറ്റ് ജൂഡ് പള്ളിയിലാണ്. കുട്ടനെല്ലൂർ സെൻറ്റ് ജൂഡ് ഹൈവേയുടെ അടുത്ത് തന്നെയാണ് പള്ളി. അവിടേക്ക് എത്തി. അപ്പോൾ എൻ്റെ ചേച്ചിയും ചേട്ടനും കൂടിയിട്ട് ആതിരേനെ അവളുടെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് വരുന്ന വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആതിര ജാതി ലുക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവരും കണ്ട ആള് ജാതി പോസിങ്ങിലാണ്. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങാനുള്ള പ്ലാനിലൊക്കെ നിൽക്കുകയാണ് കേട്ടോ. പള്ളിയിലെത്തിയ സമയത്ത് കുറച്ച് ലേറ്റായി. അവർ പോയി അവിടെ നിന്ന് കളക്ട് ചെയ്ത് വന്നപ്പോൾ കുറച്ച് ലേറ്റായി. ഒരു 10 മിനിറ്റോളം ലേറ്റായി കേട്ടോ. അപ്പോൾ നമ്മൾ 11 മണിയായപ്പോൾ പള്ളിയിലെത്തി. 10:10 കൂടിയിട്ടാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് പറയുന്ന പോലെ തന്നെ നമ്മൾ കുറേ പോസുകളും കാണിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറേ നേരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പള്ളിയിലെ ഫംഗ്ഷൻ കുർബാനയോ കാര്യങ്ങളോ ഒന്നും മനസ്സമ്മതത്തിന് ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ചെല്ലുക, സമ്മതം ചോദിക്കുക, അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ പള്ളിയിലെ ഫംഗ്ഷൻ്റെ മെയിൻ കാർമ്മികത്വം ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ജോസഫ് പൂത്തുക്കാരൻ അച്ഛനാണ്. ഈ അച്ഛൻ നമ്മുടെ സ്വന്തം അമ്മയുടെ ആങ്ങളെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പേരും അച്ഛൻ്റെ പേര് സെയിം തന്നെയാണ്. ആള് കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തെ പള്ളിയിലെ വികാരിയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വന്നു. മനസ്സമ്മതത്തിന് കൂടുതലായിട്ട് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു 20 മിനിറ്റിൻ്റെ ഉള്ളിൽ പള്ളിയിലത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് 11:30 കൂടി തന്നെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പള്ളിയിൽ വെച്ചിട്ട് മെയിനായിട്ട് സമ്മതം ചോദിക്കുക, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഴുതിരി ചുംബിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പള്ളിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഞാനും എന്താ പറയുക, കുറച്ച് നേരം അവിടെ കുറച്ച് ടെൻസ്ഡായിരുന്നു രണ്ടുപേരും. അത് കഴിഞ്ഞിട്ട് ഇതേ പള്ളിയിൽ വെച്ചിട്ട് അച്ഛന്മാരുടെ ഒപ്പം ഫോട്ടോസൊക്കെ എടുത്തു. 3 അച്ഛന്മാരുണ്ടായിരുന്നു. അപ്പോൾ പള്ളിയിലെ കുട്ടനെല്ലൂർ പള്ളിയിലത്തെ അച്ഛനും പിന്നെ നമ്മുടെ അച്ഛനും കൂടിയിട്ടാണ് ഫംഗ്ഷൻ എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ നമ്മുടെ ഫുഡും പിന്നെ ഇവൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നത് അവിടെ അടുത്തുള്ള മരത്താക്കര പള്ളിയുടെ ഹാളിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമുക്കൊരു അറൗണ്ട് 1 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് അടുത്ത പള്ളിക്ക് ഉണ്ടായിരുന്നത്. അവിടുത്തെ ഇവൻറ്റ് വളരെ സൂപ്പറായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഗാനമേളയും കാര്യങ്ങളൊക്കെ ആയിട്ട്
വളരെ സൂപ്പറായ ഒരു പരിപാടി തന്നെയായിരുന്നു. ഇതാണ് ആതിരയുടെ ഫാമിലി. ആതിരയ്ക്കൊരു സിസ്റ്ററാണുള്ളത്. സിസ്റ്ററിൻ്റെ ബ്രദർ ആർമിയിലാണ്. പിന്നെ പപ്പയും മമ്മിയും. അപ്പോൾ അവരുടെ ഒരു ക്യൂട്ട് ഫാമിലിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫാമിലിയും എല്ലാവരുടെ ഫാമിലിയും വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ ഫംഗ്ഷന് ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ കുറേ ഫോട്ടോസ് എടുക്കാനായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡാഡിയും മമ്മിക്കും ഡാഡിക്കൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് ഭയങ്കര നാളുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മളോട് എല്ലാവരും സംസാരിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് സംസാരിക്കാൻ എന്തിട്ടാ സംസാരിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ മൊത്തത്തിലുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയും അളിയനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ചേച്ചിയുടെ ക്രാവ് ഭയങ്കര കരച്ചിലായിരുന്നു. എന്താ കാര്യം എന്നറിയില്ല. ആതിരയുടെ തകർപ്പൻ ഡാൻസ് പെർഫോമൻസും ഇതിലുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ആയിരുന്നത്. ഞങ്ങളുടെ വന്നിട്ടുള്ള എല്ലാ ബന്ധുക്കളും ഞെട്ടുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് ആതിര കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ ആൻലൻ, ആദിയുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഞങ്ങളൊരു കോളേജ് ബസ്സിൽ നിന്ന് വെച്ചിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് വന്നതാ. ഇപ്പോൾ ഏകദേശം 5 വർഷമായി ആദ്യം ഞങ്ങളൊപ്പം കൂടെ ഉണ്ടായിട്ട്. അതിനെ വെച്ച് പറയുകയാണെങ്കിൽ അവൾ അടിപൊളിയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഭയങ്കര പോസിറ്റീവാണ്. എല്ലാ കാര്യത്തിനും ഭയങ്കര പോസിറ്റീവാണ്. ഭയങ്കര ആക്റ്റീവാണ് ക്ലാസ്സിൽ. അതായത് ഭയങ്കരമായിട്ട് വോയിസ് ഇടുന്ന ഒരാളാണ്. ബാക്കിയുള്ളവർ അധികം ഞങ്ങൾ കുറച്ച് സൈലന്റ് ടൈപ്സ് ആണ്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി വോയിസ് ഇടണത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഗ്രൂപ്പിലെ മെയിൻ ഞങ്ങളൊക്കെ ഒന്ന് ഡെസ്പായി നിന്ന് കഴിഞ്ഞാൽ ആള് വന്ന് എന്താന്ന് വെച്ചത് അങ്ങനെയൊക്കെ ചോദിച്ചു ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻകറേജ് ചെയ്ത് അങ്ങനെ ഒരു ഇതാ. അപ്പോൾ ജോസഫ് ചേട്ടൻ കൂടെ വന്നപ്പോൾ തൊട്ട് ആള് ഭയങ്കര ഒന്നും കൂടി സ്ട്രോങ് ആയി. എല്ലാ തരത്തിലും ആള് സ്ട്രോങ് ആയി. അതായത് അല്ലേ, കോളേജിലെ ബ്ലോഗർ എന്ന് അറിയപ്പെടുന്ന കുട്ടിയാണ് ആതിര. ഞങ്ങളുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ആദ്യമായിട്ട് യൂട്യൂബ് ബ്ലോഗൊക്കെ തുടങ്ങിയത് അവളാണ്. അപ്പോൾ അവളാണ് എല്ലാ പരിപാടിയുടെയും വീഡിയോസും എല്ലാം ഡാൻസിൻ്റെ ആയാലും എല്ലാം കൊണ്ടുവരുന്നതും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് തരുന്നത് എല്ലാം ആതിരയാണ്. അതിനുള്ള കാര്യത്തിനൊക്കെ അവള് ഭയങ്കര സ്മാർട്ടാണ്, ആക്റ്റീവാണ്. പോസിറ്റീവ് ആണെങ്കിൽ കൂടി അവൾ ഭയങ്കര സ്ട്രോങ് ആണ്. അതായത് അവളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അവൾ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഇമോഷണലി ഭയങ്കര ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ. ജോസഫ് ചേട്ടനാണെങ്കിൽ അത് രണ്ടുപേരും വന്നുള്ളൊരു കോംബോ വന്നപ്പോൾ അത് കുറച്ചും കൂടി എന്താ പറയുക, ഡയമണ്ടിൻ്റെ പോലെയൊക്കെ ഭയങ്കര പോളിഷ്ഡായി ആ സംഭവം. അവരുടെയും ഓൾ ദ ബെസ്റ്റ്. പിന്നെ പപ്പയ്ക്കും അമ്മയുടെ കാര്യം ഒക്കെ ഭയങ്കര സന്തോഷം. ചേച്ചി എല്ലാവരുടെ കാര്യം അവർക്ക് ഭയങ്കര സന്തോഷം. തൊട്ട് തുടങ്ങിയതല്ലേ എൻഗേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ അപ്പൊ തൊട്ട് തുടങ്ങിയ പ്ലാനിങ് ഡ്രസ് പ്ലാൻ ചെയ്യണം, ബ്രൈഡ്സ്മേഡ്സ് വേണം, ബ്രൈഡ് ടു ബി എടുക്കണം, എല്ലാം മാല ഏത് വേണം, കമ്മൽ ഏത് വേണം, ഞങ്ങൾ ഇതൊക്കെ ചെയ്യണം. ശരിക്കും നല്ലോണം ടൈം കിട്ടിയിട്ടുണ്ട് ഇവളുടെ വെഡിങ് പ്ലാൻ ചെയ്യാൻ. 1 കൊല്ലമല്ല 2 കൊല്ലം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ശരിക്കും കോവിഡിന്റെ ടൈമിലാണ് ഇവര് എൻഗേജ്മെന്റ് ഉണ്ടായത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കോളേജിൽ വരുമ്പോ തൊട്ട് ഞങ്ങൾ ഫുള്ള് ഇവളുടെ വെഡിങ് പ്ലാനിങ് ആണ്. അപ്പൊ എൻഗേജ്മെന്റ് ഉറപ്പിച്ച സമയത്ത് തന്നെ ഞങ്ങൾക്ക് എന്താ പറയാ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം രണ്ടുപേരുടെ ഞങ്ങളുടെ ഗാംഗിൽ തന്നെ ഫസ്റ്റ് ഒരു നമ്മൾ മാത്രല്ല കേട്ടാ, കോളേജ് മൊത്തം ടീച്ചേഴ്സ് ആണെങ്കിലും മറ്റു കുട്ടികളാണെങ്കിലും ഇവളുടെ വ്ളോഗ് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇന്ന് എപ്പോ എങ്ങനെ ഡേ ടു ഡേ ലൈഫ് അവൾ അപ്ഡേറ്റഡ് ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും എന്ത് നടക്കണേന്നൊക്കെ അറിയാം ശരിക്കും പറഞ്ഞ. നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ ഞങ്ങള്, അതാണ്. ജോസഫ് ചേട്ടനാണെങ്കിലും ആദ്യമാണെങ്കിലും രണ്ടുപേർക്കും ദൈവം ഇങ്ങനെ ചേർത്ത് വെച്ച 2 കല്ലുകൾ എന്നൊക്കെ പറയുന്നത്, മുത്തുകളുടെ പോലെ. ഇനി അവരുടെ ലൈഫ് പോളിഷ്ഡ് ആയിട്ട് ഡെമിനിഷ്ഡ് ആയിട്ട് എന്ത് സങ്കടം വന്നാലും ഇത് വന്നാലും ഇനി ഇതേപോലെ എന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ടുപേർക്കും ആതിരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആതിര LLB ഹോണേഡ് ആണ്. അപ്പോൾ വക്കീലാണ് വ്യക്തി കേട്ടോ. അപ്പോൾ ആതിരനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാവർക്കും അവളും വ്ളോഗിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫംഗ്ഷൻ കഴിഞ്ഞ് നേരെ നമ്മൾ പോയിട്ടുള്ളത് ആതിരയുടെ വീട്ടിലാണ് കേട്ടോ. ആതിരയുടെ വീട്ടിൽ പോയതിന് ശേഷം അവിടെ നമുക്ക് മാലയിടലും അതോടൊപ്പം തന്നെ കൊന്ത ഇടുന്നതുമായിട്ടുള്ള ഫംഗ്ഷൻ അവരുടെ വീട്ടിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാവരും പൊതുവെ ക്രിസ്ത്യൻസ് വെഡ്ഡിങ്സ് ഒക്കെ നിങ്ങൾ കണ്ട എല്ലാവർക്കും അറിയായിരിക്കും. അതേ മോഡൽ തന്നെയാണ് പരിപാടികൾ. ആതിരയുടെ മമ്മി വന്നിട്ട് കുരിശ് വരച്ച് രണ്ടുപേർക്കും കുരിശ് വരച്ചുകൊണ്ട് നമ്മളിപ്പോൾ എപ്പോഴും ഇതൊക്കെ പുറമേ നിന്ന് കണ്ടുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം നടക്കുമ്പോൾ വളരെ എക്സൈറ്റഡും അതോടൊപ്പം തന്നെ കുറച്ച് നെർവസാണ് എല്ലാവരും. ആതിര ആയിക്കോട്ടെ ഞാനായിക്കോട്ടെ. അളിയനാണ് മാലിട്ട് തരുന്നത്.
അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് കൈ പിടിച്ചിട്ട് കയറ്റുന്ന ഫംഗ്ഷനാണ് കാണുന്നത്. മമ്മിക്കാണെങ്കിൽ ഒടുക്കത്തെ ചിരി വരുന്നുണ്ട്. അങ്ങനെ ആതിര ചേച്ചി ആതിരയ്ക്ക് മാലയിടുകയും ചെയ്തുകൊണ്ട് പിന്നെ പിള്ളേരുകളുണ്ടായിരുന്നു. പിള്ളേരുകൾ ഞങ്ങൾക്ക് 2 പേർക്കും ബൊക്കയും കാര്യങ്ങളൊക്കെ തന്നിട്ടാണ് വീട്ടിലേക്ക് കയറ്റുന്നത്. അപ്പോൾ വീട്ടിൽ നമ്മൾ ആതിരയുടെ വീട് നമ്മുടെ അടുത്ത് തന്നെയാണ്. നമ്മുടെ ഒല്ലൂര് പോലീസ് സ്റ്റേഷൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് വീട് നിൽക്കുന്നത്. അപ്പോൾ വലതാല് വെച്ചിട്ട് 2 പേരും വീട്ടിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക ഈ മൊമെൻറ്റിനെ വളരെയധികം ഞാൻ എക്സൈറ്റ് ചെയ്തിട്ടാണ് കാണുന്നത്. അപ്പോൾ ആതിര വല്യമ്മച്ചി പ്രാർത്ഥനയൊക്കെ ചൊല്ലി നമ്മളെ വീട്ടിലേക്ക് സന്തോഷപൂർവ്വം ആനയിക്കുന്ന വിഷ്വൽസാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു ഓട്ട് കമ്പനിയിൽ അവിടെ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് നല്ല ഫുട്ടേജസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതോടുകൂടി ഈ മനസ്സമ്മത വീഡിയോ ഞാനൊരു വ്ളോഗായ രീതിയിൽ നമ്മളെല്ലാവരുടെയും മെമ്മറിക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു മെമ്മറിക്കും അതിലേറെ മെമ്മറിക്കും വേണ്ടിയിട്ട് സൂക്ഷിച്ചു വയ്ക്കാനായിട്ടാണ് നമ്മൾ ഈ വ്ളോഗ് വീഡിയോ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.